നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട ശേഷം കണ്ണൂർ ജില്ലയിൽ ഇഞ്ഞാരും വീട് വാങ്ങൂല കേട്ടോ. കണ്ണൂർ ജില്ലയിൽ ശ്രീരോഡ് സിറ്റാഡൽ അപ്പാർട്ട്മെൻ്റ് ആണ് ഈ കാണുന്നത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് നല്ല കിടിലൻ 2 BHK 3 BHK ഫ്ലാറ്റുകൾ റെഡി ടു സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കണം ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലാറ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മളെ ഒരു അപ്പാർട്ട്മെന്റ് മൊത്തം 1 ഏക്കർ സ്ഥലത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 1 ഏക്കർ സ്ഥലത്തിനകത്ത് നമുക്ക് 2 ടവറുകളാണ്. ഇതാണ് ഫസ്റ്റ് ടവർ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ടവർ ആ കാണുന്നതാണ് രണ്ടാമത്തെ ടവർ കേട്ടോ. അപ്പോൾ അത് കാണുന്നതിന് മുന്നേ ആദ്യം ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ ഒന്ന് കാണിച്ചാൽ ഇങ്ങോട്ട് വരേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡ് വരുന്നത് മുനീശ്വരൻ കോവിലിൻ്റെ അടുത്ത് ഒണ്ടേൺ റോഡിലാണ് നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ഇങ്ങോട്ട് 1 കിലോമീറ്റർ ദൂരമല്ലോ കേട്ടോ. പിന്നെ ചുറ്റുഭാഗം കണ്ടില്ല ഞങ്ങൾ ഫുള്ള് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കാണ്. ഗേറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ സെക്യൂരിറ്റി സിസ്റ്റം അവൈലബിൾ ആണ്. 24 മണിക്കൂർ സെക്യൂരിറ്റി സേവനം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഇൻ്റർലോക്കെല്ലാം ചെയ്ത് വളരെ നീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ ഫുള്ള് ചെടികളെല്ലാം വെച്ച് നല്ല ഗാർഡനൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഫുള്ള് ഇൻ്റർലോക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഒരു സൈഡ് വഴിയാണെങ്കിലും അതുപോലെ ഈ ഒരു ലോബീൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഒക്കെ മൊത്തത്തിൽ ചെടികളെല്ലാം വെച്ച് എല്ലാം ഗാർഡനൊക്കെ ആക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലായിടും മൊത്തത്തിൽ. ഇനി നമ്മൾ ഈ ഒരു ടവറിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടവറിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾ. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ CCTV ക്യാമറയിൽ എല്ലായിടത്തും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളൊരു ഫ്ലാറ്റ് എടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുക കാർ പാർക്കിംഗ് സൗകര്യം, വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ നോക്കും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇവിടെ ബേസ്മെൻറ്റിലാണെങ്കിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കാണെങ്കിലോ വിസിറ്റേഴ്സ് വരികയാണെങ്കിലോ അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കാണെങ്കിലൊക്കെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ബേസ്മെൻറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ഇനി നിങ്ങൾ വെരി ശങ്കളെ നിങ്ങൾ ഈ ഒരു ഫ്ലാറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാചകം ചെയ്യാനുള്ള കുക്കിംഗ് ഗ്യാസ് പറഞ്ഞ് താഴ്ന്ന് മേലേക്കാണ്ട് ഏറ്റി കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇവിടുന്നാണ് ഗ്യാസിൻ്റെ കണക്ഷൻ വരുന്നത്. അതായത് ഓരോ ഫ്ലാറ്റിലോട്ടുള്ള സെപ്പറേറ്റ് ഗ്യാസ് കണക്ഷൻ ഇവിടുന്നാണ് പോകണം കേട്ടോ. പിന്നെ അത് മന്ത്ലി ഒരു ബില്ല് അടച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിൽ ഫുൾ കവേർഡായിട്ട് മഴ നനയാതെ നമുക്ക് വണ്ടി നിർത്തിയിടാനുള്ള അത്രയും സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബിൽഡിങ്ങും വാള് മൊത്തത്തിൽ നമുക്ക് വെട്ടുകല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ക്വാളിറ്റി കല്ലിലാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ് പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടവറിൻ്റെ ലോബിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയിട്ട് അതിൻ്റെ അകത്ത് മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം. പോയി നോക്കാം നമുക്ക്. ഇങ്ങോട്ടൊന്ന് വന്നു നോക്കിയാണ് നിങ്ങൾ മൊത്തത്തിൽ നല്ലൊരു എന്താ പറയുക നല്ല പ്രീമിയം ലൈറ്റിംഗ് സിസ്റ്റവും അതുപോലെ ഒരു മോഡേൺ ഡിസൈനിങ്ങിലാണ് ഇതിൻ്റെ വർക്കെല്ലാം കഴിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ മൊത്തത്തിൽ കണ്ടില്ല നിങ്ങൾ നല്ല സ്റ്റൈലിലാണ് ഇതിൻ്റെ ഓരോ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രീരോഡ് സിറ്റാഡൽ എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഓരോ ഫ്ലാറ്റിലും താമസിച്ചിട്ടുള്ള ആൾക്കാരെ ലിസ്റ്റ് പേരും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മളെ ഫസ്റ്റ് ടവറാണ്. ഇനി നമുക്ക് നമ്മളെ രണ്ടാമത്തെ ടവർ വരുന്നതിൻ്റെ തൊട്ടപ്പുറത്താണുള്ളത്. ഇനി നമുക്ക് അങ്ങോട്ട് കൂടി പോയി നോക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മൾ ഈ ഒരു ടവറിനകത്താണ് നമുക്ക് ജിമ്മിനുള്ള സൗകര്യം അതുപോലെ സ്വിമ്മിങ് പൂള് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ടവറിനകത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വാഹനങ്ങളൊക്കെ വരികയെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പാസ് ചെയ്യാനുള്ള 2 വണ്ടിക്ക് പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യത്തിനാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കണ്ടില്ല ഞങ്ങൾ മൊത്തത്തിൽ വളരെ നീറ്റായിട്ടാണ് ഇതിൻ്റെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാർ പാർക്ക് ചെയ്യാനും ബൈക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള മൊത്തത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കെയർ ടേക്കറിൻ്റെ റൂമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവേഴ്സിനുള്ള റൂം നമുക്ക് സെപ്പറേറ്റ് ഈ ഒരു ഭാഗത്ത് ഡ്രൈവേഴ്സിനുള്ള റൂമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് മൊത്തത്തിൽ എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്ക് സൈഡിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ രണ്ടാമത്തെ ടവറാണ് ആ കാണുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളെ ഈ ഒരു ഫസ്റ്റ് ടവറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഇവിടെ ഈ ഒരു ബാക്ക് സൈഡിലാണെങ്കിലും വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യമുണ്ട്. ഇവിടെയും ഫുള്ള് ചെടികളെല്ലാം ഗാർഡനിൽ ഈ ഒരു ഭാഗത്തും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ആ ഒരു ടവറാണ് ഇനി നമുക്ക് കാണേണ്ടത്. ഇനി അതൊന്ന് പോയിട്ട് കാണാൻ നമുക്ക് കേട്ടോ. പോയി നോക്കാം. ഇനി അവിടുന്ന് ഒരു വണ്ടി വരികയാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടൊരു വണ്ടി പോകാനാണെങ്കിലൊക്കെ 2 വണ്ടിക്ക് സ്വസ്ഥമായിട്ട് പോകാനുള്ള അത്രയും ഗ്യാപ്പ് നമുക്ക് ഈ ഒരു വഴിക്കുണ്ട് കേട്ടോ. മൊത്തത്തിൽ ചെടികളെല്ലാം വെച്ച് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ടവറിലോട്ട് വരുമ്പോൾ നമുക്ക്
ഈ ഒരു സൈഡിൽ ഇവിടെ എല്ലാം വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ ഇനി ഈ ഒരു ഭാഗത്തോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അങ്ങോട്ടാണെങ്കിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ കിഡ്സിനുള്ള പ്ലേ ഗ്രൗണ്ട് ഏരിയ ഒക്കെ ആ ഭാഗത്താണുള്ളത്. അതൊക്കെ നമുക്ക് കാണാൻ മുന്നേ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പോയിട്ട് നോക്കട്ടെ. നമ്മൾ ഈ ഒരു സെക്കൻഡ് ടവറിനകത്തുള്ള ലോബി ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ടിൽ ഇത് അവിടെ എല്ലാം ഫുള്ള് ചെടികളെല്ലാം വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതോട്ട് പോയി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫുള്ള് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത്. വളരെ നല്ല പ്രീമിയം സ്റ്റൈലിലുള്ള ലൈറ്റും സംഭവങ്ങളും മോഡേൺ ഡിസൈനിലൊക്കെയാണ് വർക്കും എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ശ്രീരോഡ് സിറ്റാഡൽ എന്നുള്ള പേരും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ. അപ്പം ഇനി അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ അച്ഛനോ അമ്മയൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നടന്ന് കയറാൻ സ്റ്റെപ്പ് വഴി നടന്ന് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് വെച്ചാൽ നമുക്ക് ലിഫ്റ്റ് വഴി പോവുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൂമും കാര്യങ്ങളും ഓരോന്നായിട്ട് പോയിട്ട് കാണാം. അപ്പോഴേ നമുക്ക് മൊത്തം 2 BHK 3 BHK ഫ്ലാറ്റുകളൊന്നും ഇപ്പോൾ സെയിലിന് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലാറ്റുകൾ ഓരോന്നായിട്ട് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ കാണേണ്ടത് പറഞ്ഞാൽ 2 BHK 1150 സ്ക്വയർ ഫീറ്റുള്ള ഫ്ലാറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അതാണ് നമ്മളെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് മെയിൻ ഡോറും കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്ക് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ലോക്കൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മളെ ഹാൾ പറഞ്ഞാൽ ഹാളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ ഹാളും കാര്യങ്ങളൊക്കെയാണ്. നിലൊക്കെ നല്ല കളറിൽ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഹാളിലോട്ട് നല്ല രീതിക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് സ്ലൈഡിങ് ഡോറും ഒക്കെ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് റൂമുകൾ പറഞ്ഞാൽ മൊത്തം 2 റൂമുകളാണ് വരുന്നത്. ഈ ഭാഗത്താണ് ഒരു റൂം വരുന്നത്. അതുപോലെ രണ്ടാമത്തെ റൂം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിലാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം. ആദ്യത്തെ റൂമൊന്ന് കാണുന്നതാ. റൂമിലോട്ടൊക്കെ വരുമ്പോൾ നല്ല സൗകര്യമുള്ള വലിയ റൂമും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് സ്ലൈഡിങ് വിൻഡോ എല്ലാം വരുന്നുണ്ട്. നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നല്ല രീതിക്ക് വെളിച്ചെല്ലാം കിട്ടും, അതുപോലെ കാറ്റുമൊക്കെ കിട്ടുകയും ചെയ്യട്ടോ. പിന്നെ മോസ്കിറ്റോ നെറ്റെല്ലാം ആക്കിയിട്ടുണ്ട്. ഗ്ലാസ് തുറന്നിട്ട സമയത്ത് നമുക്ക് ഈ മോസ്കിറ്റോ നെറ്റുകൾ നീക്കിയിട്ട് മതി കേട്ടോ. പിന്നെ ടൈൽ എല്ലായിടത്തും ഒരേ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഫുൾ നല്ല ക്വാളിറ്റി സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂമാണ്. നല്ല കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ക്വാളിറ്റി മെറ്റീരിയൽസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ റൂം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് രണ്ടാമത്തെ റൂമൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ അപ്പോഴാണ് രണ്ടാമത്തെ റൂം വരുന്നത്. അതിന് മുന്നേ അവിടെ ഒരു വാഷിംഗ് ഏരിയയിൽ ഈ ഒരു ഭാഗത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ റൂം കാണാം. ഇതാണ് നമ്മളെ രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ട പോലെ തന്നെ വലിയ നല്ല സൗകര്യമുള്ള വലിയ റൂമും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും ഒരേ കളർ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ സ്ലൈഡിങ് ജനലൊക്കെയാണ് വരുന്നത്. സ്ലൈഡിങ് വിൻഡോയാണ്. നമുക്ക് ഈ ഗ്ലാസ് നീക്കിയിട്ട് കഴിഞ്ഞാൽ അകത്തോട്ട് നന്നായിട്ട് വെളിച്ചം കിട്ടും, പുറത്തോട്ട് നന്നായിട്ട് കാണുകയും ചെയ്യാം കേട്ടോ. വണ്ടികളൊക്കെ പോകണമൊക്കെ കാണാം. പിന്നെ ഈ മൊസ്കിറ്റോ നെറ്റ് നീക്കി കഴിഞ്ഞാൽ നമുക്ക് കൊതുകൊന്നും കയറുന്നില്ല, ഒരു സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി വരുന്നുണ്ട് കേട്ടോ. 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം നല്ല കളറുള്ള ടൈലൊക്കെയാണ് ആക്കിയിട്ടുള്ളത്. നല്ല കളറുള്ള ടൈലാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം, നല്ല സ്പേസ് ഉണ്ട് ബാത്റൂമിനൊക്കെ. ക്വാളിറ്റി മെറ്റീരിയൽസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല സ്ഥല സൗകര്യം ഉണ്ടല്ലേ, നമുക്ക് കട്ടിലൊക്കെ ഇടാനും അതുപോലെ തന്നെ അലമാരകളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല സ്ഥല സൗകര്യം തന്നെ ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് വയറിങ് പ്ലംബിങ് എന്ന് വേണ്ട എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ളതാണ്. അതെ. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ സംഭവം മനസ്സിലാക്കാൻ ഇങ്ങോട്ട് പോകാം. നമ്മൾ ഈ ഹാളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ബാൽക്കണിയിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല രീതിക്ക് വെളിച്ചം കിട്ടും ചേട്ടാ. ഇവിടെ നോക്കിയാൽ ബാൽക്കണി ഇവിടുന്ന് മൊത്തത്തിലാണ് കാണുകയും ചെയ്യാം. നമുക്ക് വൈകുന്നേരങ്ങളിൽ വേണമെങ്കിൽ ഒന്ന് കാറ്റ് കൊള്ളാനൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യാം. ഇനി ഇങ്ങോട്ട് പോവാം. നമുക്ക് അടുത്ത് കാണേണ്ടത് കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഹാളിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് കിച്ചൺ കേട്ടോ. അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് എൻ്റെ മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് പോവാം. കിച്ചണിലോട്ട് വരുമ്പോൾ നല്ല സ്ഥല സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്യാസ് സ്റ്റോവെല്ലാം വെക്കാനുള്ള സൗകര്യം ഉണ്ട്. പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ കണക്ഷനെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി താഴെ നിന്നാണ് കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് മന്ത്ലി ഒരു ബില്ലായിട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതെ. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ ചെറിയൊരു ബാൽക്കണി ആയിട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വിച്ച് ബോർഡ് സംഭവം എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നമുക്ക് 24 hours വെള്ളമുണ്ട്. അതുപോലെ തന്നെ ജനറേറ്ററിൻ്റെ കറണ്ടിൻ്റെ കണക്ഷനോ കാര്യങ്ങളൊന്നും കറണ്ട് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ സ്ലൈഡിങ് ഗ്ലാസ് എല്ലാം ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നല്ല രീതിക്ക് വെളിച്ചം നമുക്ക് അടുക്കള ഇങ്ങോട്ട് കിച്ചണിലോട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ. അത് മൊത്തം 1150 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്.
അപ്പോൾ ഇതേപോലത്തെ ഫ്ലാറ്റുകൾ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് 3 BHK ഫ്ലാറ്റ് ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇനി കൂടെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3 BHK ഫ്ലാറ്റ് ആണ് കാണാൻ പോകുന്നത്. എല്ലാത്തോടും ഉണ്ടാക്കുന്ന കയറി വരാൻ സ്റ്റെയർ കേസ് വഴി നമുക്ക് കയറി വരാം, അതുപോലെ തന്നെ ലിഫ്റ്റ് വഴി അങ്ങനെയും വരാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്ലാറ്റ് ഇതാ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഫ്ലാറ്റും കൂടി ഒന്ന് കാണാം കേട്ടോ. ഇത് നമുക്ക് 3 BHK ആണ്. മൊത്തം 1700 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് വരുന്നത്. പിന്നെ മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ ഉള്ള ലോക്കും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഫിംഗർ പ്രിന്റ് അതുപോലെ തന്നെ നമ്പർ ലോക്ക് എല്ലാ സൗകര്യമുള്ള ആധുനിക രീതിയിലുള്ള പിന്നെ ലോക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്രണ്ട് ഡോറിൽ തന്നെ വെച്ചിട്ടുള്ളത് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഹാളൊക്കെ നല്ല സൗകര്യമുള്ള വലിയ ഹാളിന് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടോ. നല്ലൊരു കളറുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹാളിലോട്ട് നല്ല രീതിക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള സ്ലൈഡിങ് ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഹാളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഇനി റൂമുകൾ ഓരോന്നായിട്ട് കാണാൻ. പിന്നെ ആദ്യത്തെ റൂം ഇതാ ഈ സൈഡിലാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ റൂം നമുക്ക് ഈ ഒരു ഭാഗത്തും, അതുപോലെ മൂന്നാമത്തെ റൂം നമുക്ക് ആ ഒരു ഭാഗത്തുമാണ് വരുന്നത് കേട്ടോ. ഇനി റൂമുകൾ ഓരോന്നായിട്ട് കാണാം നമുക്ക്. ഫസ്റ്റ് റൂം ഇതാ ഇവിടെയാണുള്ളത്. കണ്ണൂർ ടൗണിൽ നിങ്ങളൊരു ഫ്ലാറ്റൊക്കെ മേടിക്കാനൊക്കെ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അല്ല അടിപൊളി കിടിലൻ ഫ്ലാറ്റുകൾ നമുക്ക് ശ്രീരോഷ് ബിൽഡേഴ്സിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? അതെ. അപ്പോൾ ഇതാണ് റൂം എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് റൂം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കട്ടിലോ അലമാരോ ഒക്കെ വയ്ക്കാനുള്ള അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് റൂമിലോട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിൽ വലിയ ഈ ഒരു സൈഡിൽ ഫുള്ള് വലിയ വിൻഡോയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്ലൈഡിങ് ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത്. മൊസ്കിറ്റോ നെറ്റ് എല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇത് നീക്കി നമ്മളെ ഫസ്റ്റ് ടവർ എന്ന് പറഞ്ഞാൽ ആ ടവറിലാണ് നമുക്ക് ആ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുപോലെ തന്നെ ജിമ്മൊക്കെ നമുക്ക് ആ ടവറിലാണ് വരുന്നത് കേട്ടോ. പിന്നെ അവിടെ അങ്ങോട്ട് പുറത്തോട്ട് മൊത്തത്തിൽ കാണുകയും ചെയ്യാം. അതുപോലെ നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ബാത്റൂം ആണെങ്കിലും നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടൈലൊക്കെ ആണെങ്കിലും നല്ല കമ്പനി സാധനം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെ, ടൈലൊക്കെ നല്ല കളറുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്വിച്ചുകളൊക്കെ ഉണ്ട്, നല്ല സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് നമുക്ക് അടുത്ത റൂമുകൾ ഓരോന്നായിട്ട് കാണാം. റൂഫും കാര്യങ്ങളൊക്കെ ഫുള്ള് നീറ്റാണ് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള വൃത്തിയുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത ഇങ്ങോട്ടോ വേറെ സംഭവം കാണിച്ചാൽ നമ്മൾ ഈ ഒരു ഹാളിൽ നമുക്ക് ഇങ്ങോട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ മൊസ്കിറ്റോ നെറ്റെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഡോർ തുറക്കുന്ന ടൈമിൽ നമുക്ക് മൊസ്കിറ്റോ നെറ്റൊക്കെ നീക്കിയാൽ മതി. വൈകുന്നേരങ്ങളിൽ വേണേൽ കാറ്റ് കൊള്ളാനൊക്കെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ നല്ല കാറ്റും വിളിച്ചുകൊണ്ട് പിന്നെ ഫുള്ള് കാണുകയും ചെയ്യാം പുറത്തോട്ട് കേട്ടോ. മൊത്തത്തിൽ കാണുകയും ചെയ്യാം. ഇനി വാ നമുക്ക് അടുത്ത റൂം കാണാം. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ കുറച്ച് ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സ്റ്റൈലാവും കേട്ടോ. വാ അടുത്ത് നമുക്ക് രണ്ടാമത്തെ റൂം ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത റൂം കാണാം. ഇതാണ് നമ്മളെ രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത്. ഈ റൂമിലോട്ട് വരുമ്പോൾ ഇതാ ഫുള്ള് നല്ല വെളിച്ചമാണ്. നല്ല സ്ഥല സൗകര്യമുള്ള വലിയ റൂമാണ്. എല്ലായിടത്തും ഒരേ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ സ്വിച്ചുകൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല ക്വാളിറ്റി സ്വിച്ചുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് നന്നായിട്ട് കാണുകയും ചെയ്യാം. നല്ല കാറ്റും കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട് പറഞ്ഞ് അങ്ങോട്ട് വണ്ടികളൊക്കെ പോകണമൊക്കെ കാണാം. ഇനി നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. എല്ലാ റൂമിനും ബാത്റൂം ഉണ്ട് കേട്ടോ അറ്റാച്ച്ഡ്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് എല്ലാവർക്കും ഉപയോഗിച്ചിട്ടുള്ളത്. ടൈലൊക്കെ നല്ല കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. വാഷ് ബേസിനും എല്ലാം ആക്കിയിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനൊക്കെ എടുത്തിടാനൊക്കെ പറ്റിയ ഫ്ലാറ്റ് തന്നെയാണ് അല്ലേ? നമുക്ക് റെന്റിന് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പ്രായമുള്ള അച്ഛനമ്മേനൊക്കെ കൊണ്ടുപോയി നിർത്താനും അതിനൊക്കെ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടിൽ നല്ല കിടിലൻ ഫ്ലാറ്റുകളാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റിലുള്ളത്. അതെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് മൂന്നാമത്തെ റൂം വരുന്നത് കേട്ടോ. ഇതും നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ വലിയ റൂം തന്നെയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ ജനലുണ്ട്. അതുപോലെ ഇങ്ങോട്ട് ഇവിടെ സ്ലൈഡിങ് ഗ്ലാസ് ആണ് ഈ ഒരു ഭാഗത്ത് ഫുള്ള്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് കാറ്റും കിട്ടും. ഇത് നമുക്ക് ബെഡ്റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ അങ്ങോട്ട് മൊത്തത്തിൽ കാണിച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് ടവറാണ് ആ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ചെടികളൊക്കെ വെക്കാൻ നമുക്ക് വേണമെങ്കിൽ നല്ല ഭംഗിയാവും ഒന്നുകൂടി. അപ്പം ഇതാണ് നമ്മളെ മൂന്നാമത്തെ റൂമിൻ്റെ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെയാണ് ബാത്റൂമൊക്കെ കേട്ടോ. ഫുള്ള് ഡോറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫുള്ള് നല്ല ക്വാളിറ്റി ഡോറും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത് കിച്ചണാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് പോവാം. അടുത്തത് നമുക്ക് കിച്ചൺ കാണാം. ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് കിച്ചൺ ഉള്ളത്.
നമുക്ക് ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള സൗകര്യമുണ്ട്, പാത്രം എല്ലാം കഴുകാനുള്ള സംഭവം എല്ലാം ആക്കിയിട്ടുണ്ട്. ഗ്യാസ് കണക്ഷൻ എന്താക്കണം നമുക്ക് ഇവിടെ വരുന്നത് മൊത്തത്തിൽ എല്ലായിടത്തും ഒരേപോലെ ഗ്യാസ് കണക്ഷൻ ആക്കിയിട്ടുള്ള മന്ത്ലി പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എല്ലായിടത്തും സ്വിച്ചുകളാണെങ്കിലൊക്കെ മൊത്തത്തിൽ നല്ല ക്വാളിറ്റി സ്വിച്ചുകളാണ് എല്ലായിടത്തും വെച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിലുള്ള സ്വിച്ച് ബോർഡും പൈപ്പിൻ്റെ എല്ലാ സംഭവങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ലൈഡിങ് ഗ്ലാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മോസ്കിറ്റോ നെറ്റ് എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. റൂഫൊക്കെ ഫുള്ള് നീറ്റാണ്, എവിടെയും ഒരു എന്താ പറയുക ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് വളരെ നീറ്റായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത് കേട്ടോ. മൊത്തത്തിൽ ടൈലും എല്ലാവരും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫ്ലാറ്റൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഡീൽ തന്നെ നടത്താവുന്നതാണ് അല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു കണ്ണൂർ ജില്ലയിൽ ഫ്ലാറ്റുകളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ. അതെ, ബൈ.